ഹലോ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തുടങ്ങുകയാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. വിഷയം മദർബോർഡ്. മദർബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മദർബോർഡ്. ഈ മദർബോർഡുകളിലാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സർ, റാം, ഹാർഡ് ഡിസ്ക്, ഇനി ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ ഗ്രാഫിക് കാർഡ്, പവർ സപ്ലൈ, എല്ലാ കാര്യത്തിൻ്റെയും കണക്ഷൻസുകൾ കൊടുക്കുന്നതും സെറ്റ് ചെയ്യും. ഈ മദർ ബോർഡുകളെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് പല കാറ്റഗറികളായി തിരിക്കുന്നു. പ്രധാനമായും 2 ടൈപ്പ് മദർ ബോർഡുകളാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇന്റലിന്റെ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്, 2 AMD പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്. ഇന്റലിന്റെ നമ്മൾ ഡ്യുവൽ കോർ മുതൽ i9 വരെ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡുകൾ ഇന്നിപ്പോൾ നിലവിലുണ്ട്. AMDയുടെ റൈസൺ സീരീസ് ആണ് മദർ ബോർഡുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പർപ്പസ് അനുസരിച്ചിട്ട് മദർ ബോർഡുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് നോർമൽ മദർ ബോർഡ്. നോർമൽ മദർ ബോർഡ് എന്ന് പറയുന്നത് ഹോം, ഓഫീസ്, എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന മദർ ബോർഡുകളാണ് നോർമൽ മദർ ബോർഡ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ മദർ ബോർഡാണ്. ഗെയിമിംഗ് പ്രൊഫഷണൽ, എഡിറ്റിംഗ് പർപ്പസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മദർ ബോർഡുകളെ നമ്മൾ ഗെയിമിംഗ് മദർ ബോർഡുകൾ എന്ന് പറയും. ഇതൊരു ഹയർ എൻഡ് സീരീസ് മദർ ബോർഡാണ്. മൂന്നാമത്തെ മദർ ബോർഡ് എന്ന് പറയുന്നത് സെർവർ ക്ലാസ് മദർ ബോർഡ്. സെർവർ ക്ലാസ് മദർ ബോർഡ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് കോർപ്പറേറ്റിൻ്റെ സെർവറുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മദർ ബോർഡുകളെയാണ് സെർവർ ക്ലാസ് മദർ ബോർഡുകൾ എന്ന് പറയുന്നത്. ഈ സെർവർ ക്ലാസ് മദർ ബോർഡുകളിൽ 2 or 3 പ്രോസസ്സർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റാം സ്ലോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് സാധാരണ മദർ ബോർഡുകളിൽ നിന്നും കൂടുതലാണ്. റാം സ്ലോട്ടുകളുടെ എണ്ണം 8 or 16 സ്ലോട്ടുകൾ ഈ മദർ ബോർഡിൽ ഉണ്ടായിരിക്കും. നോർമൽ ഒരു മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. നോർമൽ ഒരു മദർ ബോർഡിൽ പ്രോസസ്സർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ്, അത് ഇന്റൽ ആണെങ്കിലും AMD ആണെങ്കിലും സോക്കറ്റ് വ്യത്യാസം വരാം. ഇന്റലിന്റെ പ്രോസസ്സർ പിൻലെസ് പ്രോസസ്സറാണ്. അതുകൊണ്ട് പിന്നുള്ള സോക്കറ്റുകൾ വരുന്ന മദർ ബോർഡുകളാണ് വരുന്നത്. AMDയുടെ മദർ ബോർഡ് എടുക്കുകയാണെങ്കിൽ AMDയുടെ പ്രോസസ്സറിന്, റൈസന്റെ പ്രോസസ്സറിന് പിന്നുകളാണ് വരുന്നത്. അപ്പോൾ പിന്നുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുള്ള സോക്കറ്റുകളാണ് AMDയുടെ ബോർഡിന് വരുന്നത്. അപ്പോൾ പ്രോസസ്സർ സോക്കറ്റ് ഉണ്ടായിരിക്കും. പവർ സപ്ലൈ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 സ്ലോട്ടുകൾ, 2 പോർട്ടുകൾ എന്ന് പറയാം. ഒന്ന് എന്ന് പറയുന്നത് 24 പിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ പോർട്ട്. 2 എന്ന് പറയുന്നത് നോർമലി ഒരു കോർ പവർ ഉണ്ടായിരിക്കും. നോർമൽ ഒരു കോർ പവറിന് 4 പിന്നാണ് വരുന്നത്. ഗെയിമിംഗ് സീരീസിന്റെ മദർ ബോർഡുകളിൽ അത് 8 ആണ്. റാം സ്ലോട്ടുകൾ, 2 റാം സ്ലോട്ടുകളാണ് ഒരു മദർ ബോർഡിൽ നോർമലി വരുന്നത്. ഗെയിമിംഗ് സീരീസിന്റെ മദർ ബോർഡിലാണെങ്കിൽ അത് 4 മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മദർ ബോർഡുകളിലെല്ലാം SSD M.2 സ്ലോട്ട് ടൈപ്പ് SSD സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ലോട്ടും കൂടെ ഉണ്ട്. ഗ്രാഫിക് കാർഡുകൾ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ലോട്ട് PCI എക്സ്പ്രസ് ആണ് വരുന്നത്. പിന്നെ മിനി PCI കാർഡുകളുണ്ട്. നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ആഡ് ഓൺ കാർഡുകൾസ് പിന്നീട് ഭാവിയിൽ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റിയ സ്ലോട്ടുകളുമുണ്ട്. സാറ്റ പോർട്ട് ഒരു 4 കാണും. ചില മദർ ബോർഡുകളിൽ 2 കാണുള്ളൂ, ചില മദർ ബോർഡുകളിൽ 8 കാണാം. ഫ്രണ്ട് പാനൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നുകൾ ഉണ്ടായിരിക്കും. USB കണക്ട് ചെയ്യാനുള്ള പിന്നുകൾ ഉണ്ടായിരിക്കും. ഓഡിയോ പോർട്ട് കണക്ട് ചെയ്യാനുള്ള പിന്നുകളുണ്ടായിരിക്കും. ഇത്രയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മദർ ബോർഡിൽ ഉള്ള കാര്യങ്ങൾ.
ബാക്കിയുള്ളതെല്ലാം നമുക്ക് വിശദമായി പഠിക്കാൻ തന്നെയുണ്ട്. ഏതൊക്കെ പോർട്ടുകൾ, ഏതൊക്കെ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റിയ പോർട്ടുകൾ പിന്നീടുണ്ടെന്ന് നമുക്ക് ഒന്ന് എന്ന് പറയുന്നത് USB പോർട്ട്. അത് കീബോർഡ് മൗസ് കണക്ട് ചെയ്യാം. ചില മദർ ബോർഡുകളിൽ കീബോർഡ് മൗസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PS/2 പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഒരു VJ പോർട്ട്, മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള VJ പോർട്ട്. ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മദർ ബോർഡുകളിൽ അതിൽ HDMI പോർട്ടുകളാണ് വരുന്നത്, VJ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടായിരിക്കും, ആഡിയോ പോർട്ട്. ഇത്രയും പോർട്ടുകളാണ് കോമൺലി ഒരു മദർ ബോർഡിൽ വരുന്നത്. മദർ ബോർഡിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു മദർ ബോർഡിൽ പ്രോസസ്സർ സെറ്റ് ചെയ്യാം, റാം കറക്റ്റായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള എല്ലാ വീഡിയോകളും കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ നേരെ നമുക്കൊരു മദർ ബോർഡ് അൺബോക്സ് ചെയ്ത് പ്രോസസർ റാമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇന്റലിന്റെ 61 സീരീസ് പ്രോസസർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണിത്. നോർമലി ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 2 സാറ്റ കേബിൾ, ഒരു ഡ്രൈവർ CD, ബ്രൗസർ, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഒരു പാനൽ, ബാക്ക് പാനൽ, ക്യാബിനറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ബാക്ക് പാനൽ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ പ്രോസസർ സെറ്റ് ചെയ്യാം, റാം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം.
ഇത്രയും കാര്യങ്ങളാണ് മദർ ബോർഡിനെ കുറിച്ചിട്ട് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും കാണാനും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.